നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഒരിക്കൽ കൂടി ഈ കോൺഗ്രസ്സുകാരെ കൊണ്ടുള്ള ഒരു എന്താ പറയുക, കോൺഗ്രസ്സുകാരെ കൊണ്ട് നമ്മൾ വലഞ്ഞു എന്ന് മാത്രം. ഇവർക്ക് വോട്ട് ചെയ്ത് പോയല്ലോ എന്ന് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കാം. നമ്മൾ പല ദിവസം കോൺഗ്രസിലെ വിഷയങ്ങളിൽ ലൂസ് ടോക്കിൽ ചർച്ച ചെയ്തതാണ് എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇന്നലെ ഇന്നുമൊക്കെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമുക്ക് എന്തായാലും കാണാതെ പോകാൻ കഴിയുകയില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം കേരളത്തിൽ പിണറായി വിജയൻ്റെ ദുഷ്ഭരണം കാരണം വലഞ്ഞ് 10 വർഷമായിട്ട് വലഞ്ഞ് അങ്ങേ അറ്റം പറ്റിയിരിക്കുന്ന ആൾക്കാർ ഒരു ആശ്വാസത്തിൻ്റെ പൊൻകിരണം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇലക്ഷൻ്റെ ഫലം വന്നിട്ടില്ല എങ്കിൽ പോലും വിവിധ സർവേകളും ഇവർ മനസ്സിലാക്കിയതും അനാലിസിസും LDF ക്യാമ്പിൽ നിന്നുള്ള ആ ഒരു മ്ലാനതയും കാരണം ഭരണം ഇവരേതാണ്ട് ഉറപ്പിച്ചു എന്നല്ല, അവരേതാണ്ട് ഭരണത്തിൽ ഏറിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കതർധാരികളുടെ നീണ്ട നിര കാണുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു, ഇത്രയും കാലം കാണാത്ത ഒരുപാട് പേരല്ലേ ഇപ്പോൾ അവിടെ സ്റ്റാച്യൂലെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. കാര്യം അധികാരം കിട്ടാറായി എന്നുള്ള ഒരു അവസ്ഥയത്തിൽ കഴിയുമ്പോൾ പിന്നെ അവരെല്ലാം കൂട്ടത്തോടുകൂടി എത്തും. കീറിയ കതറൊക്കെ കൂട്ടി തയ്ച്ചപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഇറങ്ങിക്കോട്ടെ, അതിനകത്ത് പ്രശ്നമില്ല. 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടുന്നതാണ്, അത് ഇറങ്ങിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ ഈ പ്രഹസനം അത് ഇവിടുത്തെ ജനങ്ങളോടുള്ള ഒരു അവഹേളനം തന്നെയാണ്. നേതാക്കന്മാരിങ്ങനെ സ്ഥാനമാനങ്ങൾ ചൊല്ലി ഇങ്ങനെ ഈ ബഹളം വയ്ക്കുക എന്ന് പറയുന്നത് അവരെ അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോശം പരിപാടിയാണിത്. ഇത് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് പലപ്പോഴും ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയാകാൻ അടിയിടുന്ന സമയത്ത് നിങ്ങളൊരു ധവളപത്രം തയ്യാറാക്കേണ്ടിയിരിക്കും. അതാണ് വേണ്ടത്. കാരണം കേരളത്തിൻ്റെ ഖജനാവിൽ നിലവിൽ 5 പൈസയില്ല. ബാലഗോപാലൻ പലതും പറയും, 4000 കോടിയുണ്ട് 5000 കോടിയുണ്ട് എന്നൊക്കെ മന്ത്രി പറയും. അതൊക്കെ വേറെ വകുപ്പുകളുടെ പൈസയാണ് അവിടെ കിടക്കുന്നത്. ഒരു പൈസ പോലും കേരളത്തിൻ്റെ ഖജനാവിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വൻ കടക്കണിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് അന്തം കമ്മികളും സൈബർ സഖാക്കളും ഒക്കെ ഇരുന്ന് ഒരുപാട് ന്യായീകരിച്ച് മെഴുകും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലുള്ള മെഴുകലാണ് ഇവർ മെഴുകുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നിങ്ങൾക്കെല്ലാം മന്ദിരങ്ങളും കാറുകളും കുടിവെച്ച കാറുകളുമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം, മുഖ്യമന്ത്രി കസേരയൊക്കെ ആയിരിക്കും. പക്ഷെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ അതീവ ദയനീയമാണ്. അല്ല, അതേക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ധവളപത്രം ആദ്യം തയ്യാറാക്കുക. അത് കൃത്യമായി ഇനിയിപ്പോൾ കണക്ക് ചോദിച്ച കൃത്യ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കും. ഇനി പേടിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് കൃത്യ കണക്കെല്ലാം 4 ഭാഗത്തു നിന്നും കിട്ടും. അല്ലെങ്കിൽ വിവരാവകാശം കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഭരണത്തിലേക്ക് കടക്കാൻ കഷ്ടിച്ച് 2 ആഴ്ച ഉണ്ടോ? 2 ആഴ്ച ഇല്ല, 2 ആഴ്ച പോലും ഇല്ല. അങ്ങനെ ഒരു സന്ദർഭം കയ്യിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയായി കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് കേരളത്തെ നല്ല മികച്ച ഭരണം കാഴ്ചവെക്കാം, കഴിഞ്ഞ സർക്കാർ കാണിച്ചു കൂട്ടിയ വൃത്തികൾ എങ്ങനെ പുറത്തു കൊണ്ടുവന്ന് അതിനുമേലെ അന്വേഷണം നടത്താം, അല്ലെങ്കിൽ അന്നത്തെ ഇതിനെല്ലാം കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് പകരം കസേരയെ ചൊല്ലിയുള്ള അടിയാണ്. നിങ്ങൾക്കറിയത്തില്ലേ, ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ? ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാണ്, ക്രമസമാധാന മേഖല തകർന്ന് തരിപ്പണമാണ്, ലഹരി വ്യാപാരം കൊഴുക്കുന്നു, സ്ത്രീകൾ പോലും ലഹരിയുടെ ഏജന്റുമാരായിട്ട് മാറുന്നു. കേരളത്തിൽ ഈ ക്രമസമാധാനം തകർന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനകത്ത് ഈ ലഹരിയും വരും. ഇന്നലെ ഒരു പയ്യൻ, അതെ ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന് തൊട്ടടുത്തുള്ള 2 സ്ഥലങ്ങളിലാണ് ബാറിൽ നിന്ന് ഇറങ്ങിയവർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് താക്കോൽ വെച്ച് കുത്തി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പയ്യനെ 2 സഹോദരങ്ങൾ ചേർന്ന് ഇടിച്ചു കൊന്നത്. അപ്പം നമ്മുടെ ഒരു സമൂഹം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊന്നും ചിന്തിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സമയമില്ല. പണ്ട് പിണറായി വിജയനെ ജൈവ ബുദ്ധിജീവി എന്ന് ആരോ വിശേഷിപ്പിച്ചല്ലോ. അദ്ദേഹം ഒരു ജൈവ ബുദ്ധിജീവിയാണെന്ന്. ആരാണെന്ന് ഞാനങ്ങ് മറന്നുപോയി. പിണറായി വിജയനെ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹം, ജൈവ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ജൈവ ബുദ്ധിജീവി സ്ഥാനത്തിന് വേണ്ടി 3 പേർ ഇപ്പോൾ കോൺഗ്രസിൽ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്ന ആ മോഹിപ്പിക്കുന്ന ആ ഒരു സാധനത്തിന് വേണ്ടി അടിപിടി കൂടുന്ന 3 പേരും ജൈവ ബുദ്ധിജീവികളാകാനുള്ള മത്സരത്തിലാണ്. അല്ല, ഓരോ നേതാക്കന്മാരുടെയും തന്ത്രങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ പിന്നെ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളും പാർലമെന്റ് പ്രസംഗങ്ങളും എല്ലാം കൂടി ചേർത്ത് അദ്ദേഹം നമ്മുടെ മലയാള ഭാഷയ്ക്ക്, മലയാളത്തിലെ വായനക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പുസ്തകം സംഭാവന ചെയ്തിരിക്കുകയാണ്. അതെ, കാര്യം അതൊരു ഒരു ഗ്രന്ഥകർത്താവ്, ഒരു സാംസ്കാരിക നായകനുമാണ് എന്നുള്ള ഒരു കാര്യം കോൺഗ്രസിൽ ഇത്തരം ആളുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അവരോ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധി ആവാനാണ് സാധ്യത. അത് DC ബുക്സ് തന്നെയാണ് പുറത്ത് കിടക്കുന്നത്. പക്ഷേ DC ബുക്സിന് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ള മസാലക്കൂട്ടുകളൊന്നും
ഈ പുസ്തകത്തിൽ നിയമസഭാ ഉള്ളതായിട്ട് അറിയില്ല. അതൊന്നും കാണില്ലല്ലോ. അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ആ മസാലക്കൂട്ടുകളുള്ള ഭാഗം ചോരണം. പണ്ട് കട്ടൻ കാപ്പിയും കട്ടൻ പരിപ്പോടെ കാപ്പി ഇപിക്ക് പറ്റിയ അവസ്ഥ പോലെ വരണം. അങ്ങനെ വരണം. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയ ഒരു ബുദ്ധിജീവിയായി. സതീശൻ നേരത്തെ ബുദ്ധിജീവിയാണ്, വായനയിലൂടെയുള്ള ബുദ്ധി. അദ്ദേഹം ഹരിത ബുദ്ധിജീവി കൂടിയായിരുന്നല്ലോ. നേരത്തെ ഹരിത MLA-മാരെ ഒരു സംഘമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതാ ഉണ്ടായിരുന്നു. അപ്പം ഈ ഹരിത ബുദ്ധിജീവിയായിട്ടുള്ള സതീശൻ ഇപ്പോൾ ഈ വായനയെക്കുറിച്ചാണ് സതീശൻ കൂടുതലും പറയുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു വലിയ എന്താ ബർത്ത്ഡേ ആഘോഷം എന്ന് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസം. അതെ, വിവാഹ വാർഷിക ആഘോഷം വരുന്നു. വെച്ച് ഒരു വീഡിയോ ഇറക്കും. അതിലൊക്കെ രസം LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച പാട്ടെടുത്ത് വെച്ച് രമേശ് ചെന്നിത്തലയെ വലിയ ആളാക്കി അദ്ദേഹത്തിന് അനുയായികൾ ഒരു റീൽസ് ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പോഡ്കാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത് രമേശ് ചെന്നിത്തല ഈ സമയത്ത് ഇനി യാത്ര നടത്താൻ പോവുകയാണ്. ഈ കാസർഗോഡും തിരുവനന്തപുരം നേതാക്കന്മാരെ നടത്തുന്ന യാത്രയാണെന്ന് എല്ലാവരും കരുതി. നമ്മളും അങ്ങനെ തന്നെ കരുതി. പിന്നീട് മനസ്സിലായി അതാണ് ഈ പോഡ്കാസ്റ്റാണ് കേരള യാത്ര എന്നുള്ള പോഡ്കാസ്റ്റ്. അപ്പം ഇതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു ഷോർട്ട് വീഡിയോ റീൽസ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊട്ടുള്ള രൂപങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വഴിയിലെ പ്രവർത്തന മികവുകൾ, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തെ കാര്യങ്ങൾ, MP ആയിരുന്ന സമയത്തെ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് വിജയം. അതായത് 2005 കോൺഗ്രസ് പാർട്ടിയെ വലിയൊരു പിളർപ്പിൽ നിന്ന് രക്ഷിച്ച മഹാനാണ് അദ്ദേഹം എന്നൊക്കെ 2005 പിളർപ്പുണ്ടായപ്പോൾ അദ്ദേഹമാണ് തടഞ്ഞു നിർത്തിയതെന്ന് പറയുന്നുണ്ട്. പണ്ട് ഈ ഉണ്ടായതല്ലേ? അതെ, പണ്ട് 1977 ഈ കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ തോറ്റപ്പോഴും കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ അന്ന് M. ഗോവിന്ദനെ മറ്റോ വിശേഷിപ്പിച്ച് AK-ആന്റണിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വിന്ധ്യപർവ്വത്തെ പോലെയോ മറ്റോ തടഞ്ഞു നിർത്തിയതാണ് ഈ കോൺഗ്രസിനെതിരായ കൊടുങ്കാറ്റ്. അതുപോലെ 4ാം ക്ലാസ്സിൽ സാമൂഹിക പാഠ പുസ്തകം പ്രകൃതി കെട്ടിയ കോട്ട പോലെ സഖ്യപർവ്വതം നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്ന് പറയുന്നാൽ പ്രകൃതി കെട്ടിയ കോട്ട പോലെ രമേശ് ചെന്നിത്തല അവിടെ നിന്നു എന്നായിരിക്കും ഉദ്ദേശിച്ചത്. മാത്രമല്ല ഈ എല്ലാ നേതാക്കന്മാരെയും കുറിച്ചുള്ള ഈ വലിയ കഥാസംഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ നടത്തിയ പരാക്രമങ്ങൾ ഇത് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രാഞ്ചേട്ടൻ സിനിമയില്ലേ ഒരു നടൻ ശ്രീരാമന്റെ കഥാപാത്രം പത്മശ്രീ കിട്ടാന്നതിന് വേണ്ടി പ്രാഞ്ചിക്ക് കുറെ തയ്യാറായി കൊടുക്കുമല്ലോ. പ്രാഞ്ചിയെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന ഓരോ കാര്യങ്ങൾക്കും നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. അയാളുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ പ്രാഞ്ചി പറഞ്ഞതിന് നേരെ. അദ്ദേഹം വളരെ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു എന്ന് എഴുതി വെക്കുമ്പോൾ പ്രാഞ്ചിയുടെ മനസ്സിൽ വരുന്ന വീട്ടിൽ വന്ന പിച്ചക്കാരനെ മണ്ണ് വാരിയിട്ട് അയാളെ ഓടിക്കുന്ന ആളാണ് ഈ പ്രാഞ്ചി എന്ന് പറഞ്ഞ പോലെ. ഇതിൽ വളരെ ലജ്ജാകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ജൈവ ബുദ്ധിജീവികളായിട്ട് അവരുടെ അണികൾ ഇതിനിടയ്ക്ക് സതീശന്റെ ചാറ്റ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് മുഴുവൻ പുറത്തായിരിക്കുന്നു. ചാറ്റ് പുറത്തായി. അത് വലിയ തോതിലുള്ള വലിയ ഒരു തിരിച്ചടിയായി മാറുകയാണ് VD സതീശൻ. മാത്രമല്ല ഇവരെ ഈ ഒരു ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്ന് പറയുന്ന ആള് സംഘി പശ്ചാത്തലമുള്ള ഒരു വനിതാ അഭിഭാഷകയാണ് എന്നൊക്കെ ഉള്ള ആരോപണം വരുന്നു. ഒരു വനിത എന്താ വിമല അല്ലയോ, അഡ്വക്കേറ്റ് വിമല എന്നല്ലേ ഒരു പേര്. അതെ, അപ്പൊ സംഘി പശ്ചാത്തലമുള്ള ഒരു വനിതയാണ്. അവരവിടെ നിന്നുകൊണ്ടാണ് അവർ തന്നെയാണ് ഈ സ്ലോഗൻസ് എല്ലാം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് വളരെ തെറിയോടുകൂടി ഒരു സ്ലോഗൻ ഉണ്ട്. അതെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ജോണിന് എന്താ കാര്യം കൊടുക്കണമെന്നാണ്, റെഡിയാക്കണമെന്നുള്ളതാണ്. അതാ അങ്ങനെ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ആരെയും പുറത്തായത് വലിയ തോതിലുള്ള ഒരു മാനക്കേടുണ്ടാക്കിയിരിക്കും. അത് ആ ഗ്രൂപ്പിൽ നിന്നുള്ള പിന്നെ ചർച്ചകളും അതിൻ്റെ ആ ഓഡിയോസും എല്ലാം ലീക്ക് ഔട്ടായി. ആ സ്ക്രീൻഷോട്ടുകൾ സഹിതം മുഴുവൻ ലീക്ക് ഔട്ട് ആയതോടെ സതീശൻ പക്ഷം അല്പം പ്രതിരോധത്തിലായി തോന്നുന്നു. അതെ, തീർച്ചയായും. കാരണം അവർ അതീവ രഹസ്യമായി ചെയ്തിരുന്ന ഒരു ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് കോൺഗ്രസ് ഒരു കാര്യം രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആരാണ് കൂടെ നിൽക്കുന്നതെന്ന് ആർക്കും നമ്മളെ കൂടെ നിൽക്കുന്നതിന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത ലോകത്തെ ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഈ റോജി M. ജോണും മാത്യു കുലനാടനും അടക്കമുള്ള ഒരു വലിയ ഒരു ടീം KC വേണുഗോപാലിനൊപ്പം ഉണ്ട്. ഇവരാണ് അവരുടെ ഈ സൈബർ പ്രചാരണങ്ങളെ നേരത്തെ VD സതീശനൊപ്പം ഉണ്ടായിരുന്ന വലിയൊരു യുവാക്കളുടെ ഒരു സംഘം, ചെറുപ്പക്കാരായ MLA-യുടെ സംഘം. അതിലേക്ക് പോകാനുണ്ടായ ഒരു പ്രധാന കാരണം ശരിക്കും രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു വലിയ ഘടകമായി. സതീശനെതിരായിട്ടുള്ള കുറേ ആൾക്കാർ യുവാക്കൾ പോകാനുള്ള ഒരു കാരണം. ഇപ്പോൾ ഷാഫി പറമ്പിനും രാഹുൽ മാങ്കൂട്ടും അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സിൽ, ശരിക്കും അവരാണല്ലോ കോൺഗ്രസിനെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇവർ പതുക്കെ ഈ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വിട്ട് നേരെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. ആരൊക്കെ ഈ KC-ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ഈ KC-ക്കൊപ്പം ചേർന്ന അവർ ബുദ്ധിമാന്മാരാണ്. കാരണം അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KC, ACC
സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാളാണ്. KCയിൽ നിന്നും ഞങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ 100 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. സതീശൻ അതാണ് ആദ്യം പറഞ്ഞത്. സത്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് 100 സീറ്റാണ്. അതായത് ഒരുമാതിരിപ്പെട്ട ഇടതു കോട്ടകളെല്ലാം തകരും. UDFിൻ്റെ ഉള്ള സ്ഥാനാർത്ഥികൾ നിലവിലുള്ള MLA-മാരെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും, മറ്റുള്ളതെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. പക്ഷേ LDFിൻ്റെ ഒരു അവലോകനം, അതായത് പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം വന്നതോടെ ഇവർക്ക് തന്നെ അതിനകത്തൊരു വിശ്വാസം നഷ്ടപ്പെട്ടു, കുറഞ്ഞു തുടങ്ങി. സീറ്റിന്റെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. അവർ 85 80 വന്ന് നിന്നു. ഇപ്പം നമ്മുടെ സർവേ അനുസരിച്ചാണെങ്കിൽ പോലും 81 നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു പൾസ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പം G. സുധാകരനൊക്കെ ജയിക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നുണ്ട്. G. സുധാകരനൊക്കെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഈ വിമതന്മാരുണ്ടാക്കി കൊടുത്ത ഒരു വലിയ ഒരു ഹൈപ്പ് UDF കണ്ണൂരിലൊക്കെ തന്നെ TK ഗോവിന്ദനും കുഞ്ഞകൃഷ്ണനും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ഈ G. സുധാകരനും അതുപോലെ തന്നെ ഈ മറ്റേ ഐഷ പോറ്റിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഹൈപ്പുണ്ട്. ഈ ഹൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മൾ 100 സീറ്റ് എന്നുള്ളത് അപ്രാപ്യമല്ലാത്ത ഒരു ലക്ഷ്യമല്ല. അത് ഉറപ്പായിട്ടും 100 സീറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എന്ന് വെച്ചാൽ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് വരും. പക്ഷേ അത് ആദ്യം 100 സീറ്റ് എന്ന് സതീശൻ പറഞ്ഞെങ്കിലും പിന്നീട് അവർക്കൊരു ആത്മവിശ്വാസക്കുറവ്, അത് ആത്മവിശ്വാസക്കുറവിൻ്റെ അല്ല, CPM ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഇനി എങ്ങാനും നമുക്ക് പിഴച്ചു പോയാലോ എന്ന് കരുതിയാണ് അവർ പതുക്കെ ഒന്ന് പുറകോട്ട് നിൽക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും ശരി, ഭരണം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു MLA പോലും അല്ലാത്ത KC വേണുഗോപാൽ ഈ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കി. ആദ്യ വെടി പൊട്ടിക്കുന്നത് ഷിയാസ് ആണെന്ന് അല്ലേ, മുഹമ്മദ് ഷിയാസ് എറണാകുളത്തുകാരൻ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞാൽ സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ള രീതിയിൽ ഒരു വെടി പൊട്ടിക്കുന്നു. അപ്പം ഷിയാസ് ജയിക്കുകയാണെങ്കിൽ കൈവെക്കാൻ സതീശന് ആകെയുള്ള ഒരാളെന്ന് പറയുന്നത് ഷിയാസ് മാത്രമാണ്. കാരണം ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാം KC ആണ് ശക്തനായ നേതാവ് എന്നുള്ളത്. കോൺഗ്രസിൽ എപ്പോഴും ഈ പദവിയുള്ള ആരാണോ അവരെ കൂടെ നിൽക്കുകയുള്ളൂ. കാരണം AC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതല എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രമുഖൻ എന്ന് പറഞ്ഞാൽ ഈ KCയുടെ പദവിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർ വിചാരിക്കുന്നത് കാര്യം നടക്കുള്ളൂ നന്നായിട്ട് അറിയാം. ഇനി തോറ്റുപോയാൽ പോലെ നാളെ രാജ്യസഭാ സീറ്റ് കിട്ടണമെങ്കിൽ പോലും ഹൈക്കമാൻഡ് കനിയണം. അതെ, അത് ഈ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുപോലും ഈ പറയുന്ന KCയുടെ കെയർ ഓഫിൽ കൊണ്ടുവന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. KC വിരുദ്ധന്മാർ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും മറ്റും അവരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ മറ്റു സ്റ്റേറ്റുകളിൽ ഇതിങ്ങനെ ജയിപ്പിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതെ, കേരളത്തെ മാത്രം കാര്യം തന്നെ നോക്കുന്നത്, എല്ലാ സ്റ്റേറ്റിലും പോയി ജയിപ്പിക്കാമായിരുന്നല്ലോ ഇതേ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടെന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ലേ കോൺഗ്രസിന് ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം CPM-ന് അടിത്തറയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കേരളമാണ്. കോൺഗ്രസിനും അടിത്തറയുള്ള സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ ബംഗാളിലെയൊക്കെ പോളിംഗ് ശതമാനം വെച്ച് കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസും CPM-ഉം ഒട്ടും ഇല്ലാതെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവിടെ ഡയറക്റ്റ് ഫൈറ്റ് BJP-യും തൃണമൂലും കൂടാണ്. BJP അവിടെ ഭരണത്തിൽ എത്തിക്കൂടായികയില്ല, അതിനുള്ള സംവിധാനം എല്ലാവരും ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ഇപ്പം ഈ പറയുന്ന സതീശൻ ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ആ ചർച്ചകൾ ചോർന്ന് എല്ലാവരും കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ, പുറത്ത് വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗിന്റെ അവിടെ മലപ്പുറത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി MLA അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം രംഗത്തെത്തി വളരെ രൂക്ഷമായ വിമർശനമാണല്ലോ സ്വാഭാവികം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചതും കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമെടുത്ത് അതിന് മുന്നിൽ നിന്നത് ലീഗാണ്. അതെ, ലീഗ് മലപ്പുറത്ത് മുഴുവൻ സീറ്റും തൂത്തുവാരും എന്നുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവർക്ക് സീറ്റ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് മലപ്പുറത്തിന് ജില്ലയ്ക്ക് പുറത്തായിരിക്കും. അതെ, ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ പുനലൂരൊക്കെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് മാത്രമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളത്. അത്രേ ഉള്ളൂ. ലീഗ് വിജയ ശതമാനത്തിൽ കോൺഗ്രസിനേക്കാൾ മുന്നിൽ പോകും. അഡ്വക്കേറ്റ് ജയശങ്കർ കുറച്ചാൾ മുമ്പ് അദ്ദേഹം ഒരു ചർച്ച പറയുന്നുണ്ടായിരുന്നു, ഈ കോൺഗ്രസിനെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞെന്ന് ആലോചിക്കുമല്ലോ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ ജയിപ്പിച്ചത്, ഇതിലും ഭേദം പിണറായി ആയിരുന്നു എന്ന് മനുഷ്യന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെ ഈ ഗുസ്തി കൊണ്ട് എത്തിക്കുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പൊ തന്നെ ജനം ചിന്തിച്ചു തുടങ്ങി. കാരണം വോട്ട് ചെയ്തതിന്റെ പിറ്റേന്ന് തൊട്ട് അടി തുടങ്ങിയപ്പോൾ ജനം അത് ചിന്തിച്ചു തുടങ്ങി. ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത്, നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ, നിങ്ങൾ ഇതൊന്ന് നിർത്തുക, ഇത് ഭരണം കൈ വരുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ തുടങ്ങുന്നു.
അതിനൊപ്പം തന്നെ അദ്ദേഹം വേറൊരു വെടിയൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടുന്നു. ഒരു മുസ്ലിം ലീഗിന്റെ MLA, ഇന്നലെ സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. സിറ്റിംഗ് MLA ആണ്. ജില്ലാ ജനറൽ സെക്രട്ടറി പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടുമെന്ന്. മിക്കവാറും ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇന്ന് TP സെൻകുമാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഇവരാരും വേണ്ട, നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ്. TP സെൻകുമാറൊക്കെ ചുമ്മാതെ തള്ളുന്നതാണ്. ചുമ്മാ വായി വരുന്ന കാര്യങ്ങൾ ചുമ്മാ തള്ളുകയാണ്. അദ്ദേഹത്തോടൊക്കെ നമുക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഏതാ ഈ TP സെൻകുമാറിനോട് ഈ പറയുന്ന R ശ്രീലേഖയോടും ഒക്കെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഒരു പോലീസിൽ നല്ല ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ നമുക്ക് പിണറായിക്കെതിരെ ഒരു ഫൈറ്റ് സത്യസന്ധരായിരുന്നു അവർ. പിണറായിക്കെതിരെ അദ്ദേഹം നടത്തിയ ഫൈറ്റ് സമാനതകളില്ലാത്തായിരുന്നു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി DGP സ്ഥാനം അദ്ദേഹം തിരിച്ചു വെച്ചു. പിണറായിക്ക് ആദ്യത്തെ തിരിച്ചടിയാണ്. പിണറായിക്ക് ഏറ്റവും കലിപ്പായിരുന്നു മനുഷ്യനോട്. അതിനൊക്കെ അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറിയിലൊക്കെ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ ഈ എന്താ പറയുന്നത്, ആ സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹമൊക്കെ BJP ചേർന്നു. അതിനൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ കടുത്ത വർഗീയവാദികളായിട്ട് അവർ സംസാരിക്കുന്നു. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പം അങ്ങനെ ലഭിക്കുന്നത്. ഭരണം കിട്ടിയാലേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഈ ഇടതുപക്ഷ സർക്കാർ കാട്ടിക്കൂട്ടിയായി ഒരുപാട് അബദ്ധങ്ങൾ തിരുത്താനും അതിൽ നടന്ന് തട്ടിപ്പുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഏറ്റവും നല്ല അവസരമാണ്. പക്ഷേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എന്തായിരിക്കും? അതായത് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്, അതിലേക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് വരേണ്ടതായിട്ട്. അതായത് ഈ പറയുന്ന തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ഒരു പൊതു അവസ്ഥ, സാമൂഹിക അവസ്ഥ, നമുക്കറിയാം. ആരോഗ്യ മേഖലയാണ് ഏറ്റവും തകർന്നു കിടക്കുന്നത്, അല്ലെ? ഇപ്പൊ ആന്റിവനും പട്ടിക്ക് മുന്നാലെ പാമ്പും നമ്മളെ ജീവിതത്തിലേക്ക് ഭീഷണിയായിട്ട് വന്നുകൊണ്ട് അപ്പോൾ തന്നെ ഈ ചിറയൻകീഴ് ദീക്ഷിൽ എന്ന് പറയുന്ന ആ പയ്യന്റെ മരണം, ആ കുട്ടിയുടെ വീട് കണ്ടപ്പോഴത്തേക്ക് നമുക്കതൊരു വലിയ ഷോക്കായി. കാരണം ഒന്നുമില്ല, അടച്ചുറപ്പൊന്നുമില്ലാത്ത ഒരു വീട്. ആ വീടിന് ചുറ്റും കാടാണ്. അതിനുള്ളിൽ നിന്നാണ് പാമ്പ് വന്ന് കടിക്കുന്നത്. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ഒരു അവഹേളനമുണ്ട് അവിടുത്തെ ഈ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും. ഇത് പാമ്പ് കടിച്ചതാണെന്ന് എന്താ ഉറപ്പ്, മൂങ്ങ കടിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം, ആന്റിവെനം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇത് എല്ലാം തള്ളാണല്ലോ. ഇവർക്ക് മൊത്തം തള്ളുകൊണ്ട് മാത്രം ഒരു സാമ്രാജ്യം തീർത്തവരാണ് അവർ. ഇതിനെ പൊളിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് അടുത്ത UDF ഭരണം വരികയാണെങ്കിൽ. പക്ഷേ മിക്കവാറും UDF ഭരണത്തിന് വരുമായിരിക്കും. പക്ഷേ ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇതാണ് അടിയെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അടുത്ത് എന്തായിരിക്കും അടി നടത്താൻ പോകുന്ന ആലോചിച്ചു. ഈ ആന്റിവെനത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു. ആന്റിവെനം എന്ന് പറയുന്ന സംഭവം എല്ലാ പാമ്പിൻ വിഷങ്ങൾക്കും അത് ഫലപ്രദമല്ല, കിട്ടുന്നില്ല, ചില പാമ്പുകൾക്ക് അത് ഏക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാമ്പിൻ വിഷം, അതായത് എതിരായിട്ട് പാമ്പിൻ വിഷം കുത്തിവെച്ചാണല്ലോ ഇതിന് ചികിത്സിക്കുന്നത്. ഇപ്പൊ പണ്ടില്ല പേപ്പട്ടി, പണ്ടെന്നല്ല, ഈ നിലവിൽ പേവിഷബാധയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ, ഈ വാക്സിനും പലയിടത്തും പലയിടത്തും പഴിച്ചു. ഈ വാക്സിൻ എടുത്തവർ പലരും മരിച്ചു പോവുകയുണ്ടായി. ഇപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ പട്ടിയെ പോലെ തന്നെ വ്യാപകമായിട്ടാണ് പാമ്പിന്റെ കാര്യങ്ങളും വരുന്നത്. പാമ്പിന്റെ വിഷമേറ്റവർക്ക് കുത്തിവയ്പ്പ് എടുത്തിട്ടും മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇത് മരിച്ചത് നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യം പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നുള്ളത്. 8 വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. അതുപോലെ ഒരു വീട്ടമ്മ മരിച്ചു. ആ വീട്ടമ്മയ്ക്കും കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, നമ്മളുടെ ഹോസ്പിറ്റലുകളും ആരോഗ്യ മേഖലകളും പലയിടത്തും മരുന്നില്ലെന്ന്. ഈ മരുന്ന് മാത്രമല്ല, അവശ്യ മരുന്നുകൾ ഒന്നും പല ഹോസ്പിറ്റലുകളിലും ഇല്ല. ഇപ്പൊ സർക്കാർ ഏതാണ്ട് ഭരണം വിട്ട സ്ഥിതിയാണ്. അവർക്ക് മനസ്സിലായി തലക്ക് ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് പകരം ഈ തമ്മിലടിച്ച് അപ്പൊ അതുപോലെ തന്നെ ഈ പോലീസ് സേനയുടെ ആത്മവിശ്വാസം പടുകുഴിയിലാണ്. പോലീസ് സേനയുടെ പോടാപുല്ല പോലീസ് എന്ന് R ശ്രീലേക്ക് വരെ വിളിക്കേണ്ടി. എന്താണ് സംഭവം? ഭരണം പോകാറായിട്ട് പോലും അന്തം കമ്മി കളിച്ച് നിൽക്കുന്ന പോലീസുകാരാണ് ഇവിടെ. അത് അവർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ പോലീസിനെ സംബന്ധിച്ച് അവരെ ഈ അടുത്ത് പറഞ്ഞ UDF സർക്കാരാണെങ്കിൽ പേടിക്കേണ്ടതില്ല. ചെന്ന് പറഞ്ഞാൽ മതി, സാറേ എനിക്ക് അവത്തം പറ്റിയപ്പോൾ നിങ്ങളുടെ കൂടെ ആണെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ 2 പോലീസ് സംഭവങ്ങളിൽ ഞാൻ ഇടപെട്ടു. അത് ഞാൻ ഏത് ജില്ലയാണെന്നും പറയാനില്ല. അപ്പം ഒരു യുവതി ലിവിങ് ടുഗദർ ആയിരുന്ന ഒരു ഭർത്താവ്, അയാൾ ക്രിമിനൽ കേസ് പ്രതി, അയാൾ ഒരുപാട് ഇതറിയാതെ ഇയാൾക്കൊപ്പം വരുന്നു. ഇവർക്കൊരു കുട്ടിയായപ്പോൾ ഇവർ ഉപേക്ഷിച്ച് പോകുന്നു.
അവർ അറിയപ്പെടാത്ത നാട്ടിൽ വളരെ ശോകമുഖമായ അന്തരീക്ഷത്തിൽ അവരൊരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതിന് ശേഷം ഈ പോലീസിനകത്ത് ഒരു നടപടി, അവരെല്ലാ ദിവസവും അവരെ വിളിപ്പിക്കുക, മറ്റേ പ്രതി വന്നില്ല എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു. ഇവരൊന്ന് കരഞ്ഞ് തളർന്ന ആകെ വിഷയമായി എങ്ങനെയൊക്കെയോ നമ്മളെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ടൊന്ന്. അങ്ങനെ ആ ജില്ലാ പോലീസ് മേധാവിയോട് ഞാൻ ഈ വിഷയം പറയുന്നു. ജില്ലാ പോലീസ് മേധാവി ഇടപെടുന്നു. അപ്പോൾ തന്നെ നടപടിയാണ്. അതിപ്പോൾ കേസെടുത്തു. അതുപോലെ തന്നെ വേറൊരു കേസ്, ഒരു യുവതി ദുരൂഹ സാഹചര്യങ്ങളിൽ ദേശവിരുദ്ധമായ മെസ്സേജുകൾ അയക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് യുവതിയുടെ ഭർത്താവ് തന്നെ വിവരം കൊടുക്കും. അപ്പോൾ അയാൾക്ക് പേടിയായിപ്പോൾ ഇവരുടെ ഈ ബന്ധങ്ങൾ കണ്ടപ്പോൾ, ഇതിനകത്തെ ഈ മെസ്സേജുകൾ കണ്ടപ്പോൾ അവർക്ക് ഭയമാകും, ഭർത്താവിന് ഭയം. കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഇത് നിങ്ങൾ ആരോടും പറയരുത്, നിങ്ങളിത് വേറെ എങ്ങോട്ടും അയച്ചു കൊടുക്കുക. കാരണം ഇത് അവർ കേസെടുക്കണമെങ്കിൽ അന്വേഷിക്കാൻ അവർ പോകേണ്ടി വരും പലയിടത്തും. അപ്പോൾ അവർ പലതവണ നോക്കിയിട്ട് നടക്കാനായിട്ട് അവർ ഒരു ഇതുമില്ലാതെ കൂടി നമ്മളെ ബന്ധപ്പെടുമ്പോൾ നമ്മളിത് നമുക്ക് കിട്ടും, നമ്മളത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറുന്നു. അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംവിധാനം, നമ്മളൊരിക്കലും ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ ഇതിനകത്ത് എല്ലാ ഉദ്യോഗസ്ഥരെയും നമുക്ക് കുറ്റം പറയാതെ ഇരിക്കാനും കഴിയില്ല. കാരണം അന്തം കമ്മികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അന്തം കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോഴും ഈ ഒഴിയാൻ പോകുന്ന സർക്കാരാണെങ്കിലും സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം പോലീസുകാർക്കെതിരെയാണ് ശ്രീലേഖ പോടാപൂല്ല പോലീസ് എന്ന് പറഞ്ഞ് അവർ പോലീസുകാർ ആയിട്ട് പോലും അപ്പോഴത്തേക്ക് വിരമിച്ച പോലീസുകാരൊക്കെ കൂടെ വന്ന് അവർക്കെതിരെ ഭയങ്കര ബഹളമാണ്. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്? ഒരു മുൻ DGPക്ക് പോലും ഇവിടുത്തെ പോലീസിനെതിരെ പോടാപൂല്ല പോലീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ നമ്മൾ വേറെ എങ്ങും പോകണ്ട. ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ പൊതുനിരത്തിൽ എത്ര യുവാക്കൾ അടിയേറ്റും മരണപ്പെട്ടു. ആൾക്കൂട്ടം ആക്രമണത്തിൽ നമുക്ക് കൊല്ലം ശാസ്താംകോട്ടയിൽ ക്ഷേത്രത്തിൽ ഒരു 18 വയസ്സുള്ള പയ്യനെയാണ് വിറക് കമ്പിൽ അടിച്ചു കൊന്നത്, അല്ലേ? അതെ. അതുപോലെ ഇവിടെയാണ് ഒരു പാവം പയ്യനെ 2 യുവാക്കൾ ചേർന്ന് ചേട്ടനരിയന്മാർ ചേർന്ന് അവർ വെള്ളം ഒടിച്ചേച്ച് ഇടിച്ചു കൊന്നു. ഇന്നലെയാണ് ഒരാളെ ഈ താക്കോലിന് കുത്തിക്കൊന്നു. നമ്മൾ കേട്ടില്ലാത്തൊരു കാര്യം, താക്കോലുണ്ട് കുത്തിക്കൊല്ലുക എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാവില്ല? താക്കോലുണ്ട് കുത്തിക്കൊല്ലുക, അതിന് വേറെ പിച്ചാത്തി എങ്ങനെയുള്ള താക്കോലാണോ താക്കോൽ കൂട്ടമാണോ എന്ന് അറിയില്ല. പിന്നെ യൂണിഫോമിൽ വരുന്ന കേസന്വേഷിക്കാൻ വരുന്ന പോലീസുകാരനെ തടഞ്ഞു നിർത്തി വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ പേര് തെറി വിളിക്കുന്നു. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ബ്രിട്ടനിലൊക്കെ ഉള്ള ഷാഡോ മിനിസ്റ്റർ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഓരോ വകുപ്പുകളെ നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം, അവിടുത്തെ വൃത്തികളുള്ള എങ്ങനെ നമുക്ക് കണ്ടെത്തി നടപടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസിൽ നേരത്തെ മന്ത്രി MLA MP അല്ലെങ്കിൽ ഉന്നത പദവി വെച്ച എത്രയോ പേരുണ്ട്. അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ആ ഒരു തീരുമാനമാക്കിയിട്ട് നടപ്പിലാക്കാന്നുള്ള തരത്തിലേക്ക് വരികയും പുതിയ മന്ത്രിസഭ വരുമ്പോൾ ഭംഗിയായി അവർക്കത് നടപ്പിലാക്കാൻ ചെയ്യുന്നതിന് പകരം ഇമാതിരി അടികൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും ഒന്നും തയ്യാറാവില്ല. ഈ ക്രമസമാധാന തകർച്ചയ്ക്ക് പ്രധാന കാരണം പോലീസിന്റെ മനോവീര്യം തകർന്നാണ്. എന്ത് സംഭവം ഉണ്ടായാലും ഉടൻ പോലീസിന് മേൽ അവർക്ക് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ലക്ഷ്മണരേഖ, അതിനപ്പുറം കടക്കരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ മന്ത്രിമാരടക്കം നേരിട്ട് ഇടപെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് വരണമെങ്കിൽ പുതുതായിട്ട് വരുന്ന മിനിസ്ട്രി ഒരുപാട് കഷ്ടപ്പെടും. കാരണം ഈ കിടക്കുന്ന 10 വർഷമായിട്ട് ആലസ്യത്തിലായിരുന്നു, 10 വർഷമായിട്ട് അടിമവേല ചെയ്യുന്ന, അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിനെതിരെ ഒരു വാക്ക്, അല്ലെ CPM-നെ ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് മടിയാണ്. കാരണം അവർ പലവിധ രീതിയിൽ സമൂഹത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു കച്ചവടം നടത്തുന്ന ആളായിരിക്കും, ചിലപ്പോൾ ഒരു തൊഴിലെടുക്കുന്ന ആളായിരിക്കും. അവിടെയൊക്കെ ഞങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ അന്നം മുട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് ജനങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് പറയാൻ മതി. അപ്പോൾ അവരൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഒരു പുതിയ സർക്കാർ, പിണറായി വിജയൻ്റെ 10 വർഷത്തെ ദുർഭരണം മാറി ഒരു പുതിയ സർക്കാർ വരുമെന്ന് ഇവർ മനസ്സിൽ വിചാരിച്ചിരുന്നിടത്തോട്ടാണ് ആ സർക്കാരിനെ അധികാരത്തിൽ വരുത്താൻ വേണ്ടി വോട്ട് ചെയ്തെടുത്താണ്. അല്ല, ഈ CPM കോൺഗ്രസ് തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം, നമ്മൾ CPM-മാരെ എന്തൊക്കെ കുറ്റം പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്നുള്ളത് അവരുടെ പ്രധാന അവരുടെ ഒരു വികാരമാണ്. പക്ഷേ ഇവിടെ പാർട്ടി അല്ല, ഞാനെന്നുള്ളതാണ്. എനിക്കെന്ത് കിട്ടും, നമുക്ക് വല്ലതും തടയുമോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. അവർ തന്നെയാണ് പലപ്പോഴും പാർട്ടി നശിപ്പിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട ഒരു പ്രതിഫലേച്ഛയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു, നമുക്കെല്ലാവർക്കും അറിയാം ഈ കോൺഗ്രസ് രീതി നമുക്കറിയാമല്ലോ. കേസ് പ്രതിയായി അവൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് കേസ് നടത്തേണ്ടി വരും. CPM-നാണെങ്കിൽ പാർട്ടി വക്കീലിന് ഏർപ്പാടായി കൊടുക്കും. എന്നിട്ടും അങ്ങനെ ഒന്നുമില്ലാതെ, ഒരു പ്രതിഫലേച്ഛയില്ലാതെ ഈ മനുഷ്യൻ രാത്രിയോ പകലോ ഒന്നുമില്ലാതെ ഈ KS യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ സമരത്തിനെല്ലാം കയറി ഇറങ്ങി
അവർ ജാമ്യം എടുക്കാനും കോടതി നടപടി എടുക്കാനും ഒക്കെ നടന്ന ഒരാളിനെ ലോയേഴ്സ് കോൺഗ്രസ് അങ്ങ് പുറത്താക്കിയിരിക്കുകയാണ്. ഒരു സുപ്രഭാതം അങ്ങ് പുറത്താക്കി കഴിഞ്ഞ് ഇവിടുത്തെ യുവാക്കൾ അടങ്ങുന്ന കോൺഗ്രസിലെ പ്രവർത്തകർ ഇട്ട പോസ്റ്റ് ആധാരമാക്കി മറുനാടൻ ഒരു വാർത്ത കൊടുത്തു മൃദുലിനെ. അത് ശ്രദ്ധയിൽപ്പെട്ട KPCC പ്രസിഡന്റ് അപ്പോൾ തന്നെ അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിഫലേച്ച കൂടാതെ ഈ പറയുന്ന കേസുകളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഈ ആളിനെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വാർത്ത നമ്മൾ കൊടുത്തു. ഈ നടപടി വരാൻ പോകുന്നുള്ള വാർത്ത നടപടി പിൻവലിക്കാൻ പോകുന്ന വാർത്ത കൊടുത്ത പിന്നെ 1-2 അഡ്വക്കേറ്റ്സ് ഇവിടെ വിളിച്ചിരുന്നു. ഈ സംഘടനയിൽപ്പെട്ടവർ തന്നെയാണ്. അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ വളരെ മിടുക്കനാണ്. അപ്പോൾ ഇത് ഭാവിയിൽ ചില നേതാക്കന്മാർക്ക് ഭീഷണിയാവും. അത് കോൺഗ്രസിന്റെ ഒരു സ്റ്റൈലാണിത്. കാരണം ഇപ്പോൾ ഈ നേതാക്കന്മാർ ഒരുത്തൻ മിടുക്ക് കാണിച്ചാൽ ഇവൻ നാളെ എനിക്ക് കുരിച്ചാവുന്നതെന്ന് കരുതി ഇപ്പോഴേ തന്നെ വെട്ടിനിരപ്പാക്കുക. അതിൽ കോൺഗ്രസിൽ വളരെ കാലമായി തുടരുന്ന ഒരു രീതിയാണ്. MA ജോൺ ഒരിക്കൽ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആരോ പ്രമുഖർ പറഞ്ഞാണ്. ജവഹർലാൽ നെഹ്റുവിന് ശാസ്ത്രജ്ഞന് ശേഷം കോൺഗ്രസ് ദേശീയ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ ഒരു മണ്ടനെയും ബുദ്ധിമാനെയും കൊണ്ട് നിർത്തിയതിൽ ആരെ വേണമെന്ന് ചോദിച്ചാൽ മണ്ടൻ മതി മറ്റവനെ പറഞ്ഞിടാൻ പറയുന്നു. അതാണ് രീതി. അപ്പോൾ ഈ മൃദുലിനെയൊക്കെ പോലുള്ള ആളുകൾ ഇത്രയും ഈ മൃദുലിനെ കേട്ടത്തോളം അങ്ങനത്തെ നല്ല ജനസ്വാധീനം ഉണ്ടായിരിക്കും ചെറുപ്പക്കാർക്കിടയിൽ. ഒരു തലമുറയിൽ തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസ് KS പ്രവർത്തകർക്കെല്ലാം അദ്ദേഹം വലിയ ഇഷ്ടമാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഭാവിയിൽ ഇയാൾ നാളെ വല്ല സീറ്റ് ചോദിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ പാടെ കസേര കയറിയിരിക്കാൻ വരുമോ എന്നുള്ള ഭയം കാണുമായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും കാണില്ലായിരിക്കാം, നിസ്വാർത്ഥനായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഈ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവനാണെന്ന് ആരെങ്കിലും ഒരു ചിന്ത വന്നു അവനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാന രീതി. എന്തായാലും ഇവർ അധികാരത്തിൽ വന്നാൽ, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ അടിയാണെങ്കിൽ അധികാരത്തിൽ വരുമ്പോൾ ഇത് ഒരു കാരണവശാലും ഇവിടെ ഭരണം എന്ന് പറയുന്ന സംഭവം നടക്കുകയില്ല. ഇവർ തമ്മിലുള്ള അടി മാത്രമേ നടക്കൂ. സോളാർ കേസ് പോലുള്ള കേസുകൾ നിരവധി വരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ CPM-മാർക്ക് പരമാവധി സ്വന്തം പാർട്ടിക്കാരെ നാറ്റിക്കാനുള്ള വിഷയങ്ങൾ ഇവരെ കൊണ്ട് കൊടുക്കും. പാർട്ടി ചാനലിനും പാർട്ടി പത്രത്തിനും എല്ലാം യഥേഷ്ടം ദിവസവും ഇവർ വാർത്ത കൊടുക്കുകയായിരിക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അടി പറയുന്ന ഇടയ്ക്ക് നമ്മുടെ ആ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ കൂടി കരാറുകാരൻ പിന്നെ ഇതിന്റെ ഇല്ലേ സതീശൻ മരിച്ചിട്ടുണ്ട്, മരണപ്പെട്ടു. ഇപ്പൊ 15 പേരായിട്ടുണ്ട്, മരണസംഖ്യ 15 ആയിട്ടുണ്ട്. ഇത് കൂടാനും സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവശിഷ്ടങ്ങളും എല്ലാം ചിതറിത്തെറിച്ചു. അത് കാരണം അത് ഇനിയും DNA ടെസ്റ്റ് എല്ലാം നടത്തി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും ഈ സാഹചര്യത്തിലും പൂരം അവിടെ മുടക്കം കൂടാതെ നടക്കുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇന്നലെ വളരെ വികാര വിശുദ്ധരായി പറയുന്നത് നടക്കണം എന്നൊക്കെ ഈ സംസാരം നമുക്ക് അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ആളുടെ വികാരം. തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ വികാരമാണ് തൃശ്ശൂർ പൂരം. അതിനെ പരമാവധി വെള്ളത്തെ വിട്ട് സ്വന്തം രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും പലരും ചെയ്യുന്നത്. അതാവും ചെയ്തുകൊണ്ട് പോകുന്നത്. എന്താണെങ്കിലും ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കൂടുതൽ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. നമ്മളെ സിനിമയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം. അത് മറ്റേ മുരളി കുന്നുംപുറത്ത് തന്നെ ഒരു സിനിമയായ ആളാണ്. അദ്ദേഹം തന്നെ ഒരു സിനിമയായ ആളാണ്. അദ്ദേഹം ഈ വെള്ളം എന്ന് രണ്ടാമത്തെ വെള്ളം ആദ്യം ദേവൻ നിർമ്മിച്ചു, ഹരിഹരൻ സമ്മാനിച്ചു. ഇത് പിന്നീട് ബ്രഹ്മാണ്ഡ വെള്ളം. ഇത് ഈ കഴുത്തട ജയസൂര്യ നായകനായ ഒരാൾ മദ്യപിച്ച് അയാളുടെ ജീവിതം മുഴുവൻ കുട്ടിച്ചോറായിപ്പോയ ഒരു കഥയായിരുന്നു. ആ കഥയ്ക്ക് ആസ്പദമായത് ഈ മുരളിയുടെ ജീവിതമായിരുന്നു. പിന്നീട് അയാളെ ജീവിതം തിരിച്ചു പിടിച്ചു. അദ്ദേഹം നിരവധി ബിസിനസ്സുകളിലൂടെ അതൊരു വലിയ സിനിമാ കഥയ്ക്ക് ആ വെള്ളം സിനിമ ആയതുപോലും ഈ സിനിമാ കഥയ്ക്ക് പറ്റുന്ന ഒരു എന്താ പറയുക ഒരു അനുഭവമായിരുന്നു. നമ്മൾ സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് ആ മുരളി കുന്നുംപുറം സിനിമയിലെ നായകനാകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാകും. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിയ പാടെ അദ്ദേഹത്തിന് നദികളിൽ സുന്ദരി യമുന അങ്ങനെയൊക്കെ കുറെ സിനിമകളും സുമതി വളവിനകത്താണ് അദ്ദേഹത്തിന് അടിപറ്റിയത്. സുമതി വളവിന് അദ്ദേഹം 20 കോടി മുടക്കിയിട്ടും അതിൽ കടക്കാരനായി മാറി. 7 കോടി രൂപ കടക്കാരനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പൊട്ടി കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അതിലെ തിരക്കഥാകൃത്തിനെയും സംവിധാനയൊക്കെ അദ്ദേഹം അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കർ എന്ന് പറയുന്നത് ഒരു മികച്ച സംവിധായകന്റെ മകനാണ്. ശശിശങ്കറിന്റെ മകനാണ്. അദ്ദേഹം ഈ നാരായം പോലെയുള്ള സാമൂഹിക വിരുദ്ധതയുള്ള അവാർഡ് ആദ്യ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നേടിയ ശശിശങ്കറിന്റെ മകനാണല്ലേ. നാരായം ഒക്കെ അദ്ദേഹം എടുത്ത സിനിമയാണ്. നാരായം എനിക്ക് തോന്നുന്നു ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു തോന്നുന്നു. ആ സിനിമ ചെയ്ത് ഒരുപാട് നല്ല മികച്ച ചിത്രങ്ങൾ സംഭാവന ചെയ്ത കുഞ്ഞിക്കൂനിനെ അദ്ദേഹം എടുത്തത്. ശശിശങ്കറിന്റെ മകനാണ് വിഷ്ണു. അപ്പൊ വിഷ്ണുവിന്റെ ആദ്യ പടം മാളികപ്പുറമായിരുന്നു. ഇപ്പൊ പുറത്ത് വരുന്ന ആരോപണങ്ങൾ മാളികപ്പുറം വിഷ്ണു അല്ല, ഉണ്ണിമൂതൻ തന്നെയാണ് സംവിധാനം ചെയ്തത് എന്നാണ്. അപ്പൊ ഈ അഭിലാഷ് പിള്ളയുടെ രണ്ടാമത്തെ
സുമതി വളവ് എന്ന് പറയുന്ന സിനിമ, ഇവർ തമ്മിലുള്ള ടീമിലെ സുമതി വളവിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഒന്നാമത്തെ കാര്യം, സുമതി വളവ് സിനിമയ്ക്ക് യാതൊരു ലക്കും ലഗാനും ഇല്ലാത്ത സിനിമയാണ്. ഒരു നല്ല കൺസെപ്റ്റിനെ വളരെ ഭംഗിയായിട്ട് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. സുമതി വളവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചർച്ച ചെയ്യപ്പെടുന്ന, കേരളം മുഴുവൻ പ്രസിദ്ധമായ ഒരു കൊലപാതകത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിൽ. അത് ബേസ് ചെയ്താണെന്നാണ് അവർ. അതെ, അതാണ് എടുത്തത്. ആ പേരാണ് എടുത്തത്. അതുപോലൊരു സംഭവം എടുത്തു. പക്ഷെ അതിന് ഒന്നും ഒരു സുഖമായ രീതിയിലല്ല സിനിമ. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാത്ത കാര്യം, ഈ മുരളി നേരത്തെ സിനിമ എടുത്ത് അല്ലെങ്കിൽ ബിസിനസ് എടുത്ത് നല്ല പരിചയമുള്ള ഒരാൾ ഇത്രയും പൈസ കൊടുക്കുക, ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു പിന്നീട് മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ നമുക്കതൊരു അത്ഭുതത്തോടെ നോക്കാൻ കഴിയുന്നത്. നമ്മളൊരു ബിസിനസ് നടത്താൻ ഇറങ്ങുമ്പോൾ, നമ്മളൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് എന്തൊരു ദുരന്തമായിരിക്കും നമുക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. ഇവിടെ സിനിമ എടുത്ത് വിജയിപ്പിച്ച എത്രയോ ആൾക്കാർ പിന്നീട് കുത്തുവാള എടുത്തു. PKR പിള്ള കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള മോഹൻലാലിന്റെ എല്ലാ സിനിമയുടെയും സൂപ്പർ ഹിറ്റുകൾ നിർമ്മിച്ചത് PKR പിള്ളയാണ്. അതെ, ശുദ്ധി സായി ക്രിയേഷൻ, ചിത്രവും അതെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റ് സിനിമകളിലൊന്നാണ് ചിത്രം. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് 365 ദിവസം ഒരു തിയേറ്ററിൽ ഓടിയ പടമാണ് ചിത്രം. അപ്പോൾ അങ്ങനെ പുറകെ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന സിനിമയാണ് ഈ PKR പിള്ള എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അന്ത്യകാലം എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. ഇപ്പം നമുക്ക് വേറെ അറിയാം, അപ്പച്ചൻ, നവോദയ അപ്പച്ചനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ നിർത്തി. അത് നന്നായി, നിർമ്മാണം നിർത്തി. അവർക്കാനുള്ള ആസ്തിയുണ്ട്, അവർ പിന്നെ നിർത്തി ചെയ്തു. ജൂബിലി പിക്ചേഴ്സ്, അവർ എത്ര ഹിറ്റ് എടുത്തവരാണ്. അവർ ജൂബിലി പിക്ചേഴ്സ് എല്ലാവരും നിർത്തി. എല്ലാവരും നിർത്തി. ഹിറ്റുകൾ മാത്രം അടിച്ചു പോയ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ മാമാങ്കം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ എടുത്ത വേറൊരാളുണ്ട്, വേണു കുന്നമ്പള്ളി. അപ്പം ആ വേണു കുന്നമ്പള്ളി വെള്ളം, മറ്റേ 2018 പോലുള്ള സിനിമകൾ എല്ലാം എടുത്തു. അദ്ദേഹത്തിന് ഇപ്പം ആദ്യം കുറേ സിനിമകൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ രസക്കൂട്ട് മനസ്സിലായി. എല്ലാ സിനിമകളും ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് വിജയ് ബാബു. അതെ, വിജയ് ബാബുവിന് ഒരു സിനിമയുടെ കഥ കാണുമ്പോൾ ഇത് എങ്ങനെ ഈ പടം ഓടും, ഇതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും, അതനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് ചതിയുടെയും വഞ്ചനയുടെയും അവനവനസത്തിൻ്റെയും ഒക്കെ ഒരു ലോകമാണ്. അവിടെ കൊണ്ട് നമ്മൾ പണിയറിയാതെ കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് പിന്നിരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേ പറയുന്നതിന് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് നോക്കുന്ന സമയം അഭിലാഷ് പിള്ളയെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. അതെ, മാത്രമല്ല ഈ സിനിമ സ്മൃതിയോളം കണ്ടത് ഇത്രയും പൈസ എങ്ങനെ ചെലവാക്കിയെന്ന് മനസ്സിലാവുന്നതില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമായി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അറിയാൻ പാടില്ലാത്ത മേഖലയിൽ ചെന്ന് വെറുതെ കയ്യിരിക്കണ കാശ് കൊടുത്ത് നമ്മൾ ഈ പ്രത്യേകിച്ച് സിനിമ നമുക്ക് നന്നായിട്ട് അറിയാതെ പലരും മലയാള സിനിമയിൽ എത്രയധികം സിനിമയിൽ നായകനെന്ന് പ്രൈം മിനിസ്റ്റർ സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ചിട്ടില്ല. നമ്മളെപ്പോഴും. പക്ഷെ മമ്മൂട്ടിയും മകനും നിർമ്മിക്കുന്നുണ്ട്. മമ്മൂട്ടിയും മകനും സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്, പൃഥ്വിരാജ് നിർമ്മിക്കുന്നുണ്ട്, അല്ലേ? അതെ. പക്ഷെ അവരൊക്കെ അവരുടെ ഭാഗം നോക്കിയാണ് ഈ കാര്യങ്ങളിൽ നിൽക്കുന്നത്. ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ മുന്നോട്ട്. ഏതായാലും സമയം കടക്കുന്നു. നമുക്ക് ഇന്നത്തെ ലൂസ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.